ഞാനിന്ന് എടുക്കാൻ പോകുന്ന ടോപ്പിക്ക് അലോട്ട്മെൻറ്റ് ഓഫ് സെക്യൂരിറ്റീസ് ഓർ ഷെയർസ്. In response to the public offer, the company receives applicants for the shares along with application money. പബ്ലിക് ഓഫറിൻ്റെ ഭാഗമായിട്ട് കമ്പനി ഷെയർസിന് വേണ്ടിയിട്ടുള്ള അപേക്ഷ സ്വീകരിക്കും. ആപ്ലിക്കേഷൻ മണിയോട് കൂടിയിട്ടാണ് ആപ്ലിക്കേഷൻസ് സ്വീകരിക്കുന്നത്. അലോട്ട്മെൻറ്റ് ഈസ് ദ അക്സെപ്റ്റൻസ് ഓഫ് ഓഫർ ബൈ ദ കമ്പനി. അലോട്ട്മെൻറ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇൻവെസ്റ്റേഴ്സിൻ്റെ ഓഫർ കമ്പനി ആക്സെപ്റ്റ് ചെയ്യണതിനെയാണ് അലോട്ട്മെൻറ്റ് എന്ന് പറയുന്നത്. അലോട്ട്മെൻറ്റ് ബൈൻഡിങ് കോൺട്രാക്ട് ബിറ്റ്വീൻ കമ്പനി ആൻഡ് ഷെയർ ഹോൾഡേഴ്സ്. ഒരു കമ്പനി ഷെയർ ഹോൾഡേഴ്സ് തമ്മിലുള്ള കരാർ ഉറപ്പിക്കുന്നതിനെയാണ് അലോട്ട്മെൻറ്റ് ഓഫ് സെക്യൂരിറ്റീസ് എന്ന് പറയുന്നത്. ഷെയർസ് ഷെയർ ഹോൾഡേഴ്സിന് അലോട്ട് ചെയ്ത് കൊടുക്കണു. ഇൻവെസ്റ്റേഴ്സിൻ്റെ ഓഫർ ആക്സെപ്റ്റ് ചെയ്ത് ഷെയർ ഹോൾഡേഴ്സിന് അലോട്ട് ചെയ്ത് കൊടുക്കുന്നതിനെയാണ് അലോട്ട്മെൻറ്റ് ഓഫ് സെക്യൂരിറ്റീസ് ഓർ ഷെയർസ് എന്ന് പറയുന്നത്. അടുത്തതാണ് പ്രൊസീജിയേഴ്സ് റിഗാർഡിംഗ് അലോട്ട്മെൻറ്റ് ഓഫ് ഷെയർസ്. ഫസ്റ്റ് വൺ, ജനറൽ പ്രിൻസിപ്പിൾസ് റിഗാർഡിംഗ് അലോട്ട്മെൻറ്റ്, സ്റ്റാറ്റ്യൂട്ടറി റെസ്ട്രിക്ഷൻസ് ഓൺ അലോട്ട്മെൻറ്റ്. ജനറൽ പ്രിൻസിപ്പിൾസ് റിഗാർഡിംഗ് അലോട്ട്മെൻറ്റ്. അലോട്ടഡ് ബൈ പ്രോപ്പർ അതോറിറ്റി. An allotment made without proper authority will be invalid. അലോട്ട്മെൻറ്റ് ഓഫ് ഷെയർസ് നടക്കേണ്ടത് പ്രോപ്പർ അതോറിറ്റിയോട് കൂടിയിട്ടാവണം. പ്രോപ്പർ അതോറിറ്റി ആയിട്ടുള്ള അധികാരത്തോട് കൂടിയിട്ട് അലോട്ട്മെൻറ്റ് നടക്കണം. അധികാരവും പ്രോപ്പർ അല്ലാണ്ട് അലോട്ട്മെൻറ്റ് നടന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് ഇൻവാലിഡ് ആയിരിക്കും. അടുത്തത് അലോട്ട്മെൻറ്റ് എഗെയിൻസ്റ്റ് അപ്ലിക്കേഷൻ ഓൺലി. നോ അലോട്ട്മെൻറ്റ് ക്യാൻ ബി മെയ്ഡ് വിത്തൗട്ട് എ റിട്ടേൺ ആപ്ലിക്കേഷൻ ഫോർ അലോട്ട്മെൻറ്റ്. ആപ്ലിക്കേഷൻ നൽകിയിട്ടുള്ളവർക്ക് മാത്രമാണ് ഷെയർസ് അലോട്ട് ചെയ്ത് കൊടുക്കുന്നത്. ആപ്ലിക്കേഷൻ കൊടുക്കാത്ത ആർക്കും ഷെയർസ് അലോട്ട് ചെയ്ത് കൊടുക്കാൻ പാടില്ല. റീസണബിൾ ടൈം. അലോട്ട്മെൻറ്റ് മസ്റ്റ് ബി മെയ്ഡ് വിത്തിൻ എ റീസണബിൾ പീരീഡ് ഓഫ് ടൈം, അതർവൈസ് ദ ആപ്ലിക്കേഷൻ ലാപ്സസ്. ഷെയർസ് അലോട്ട് ചെയ്ത് കൊടുക്കാനായിട്ടൊരു റീസണബിൾ ടൈമുണ്ട്. ആ ടൈമിന് ഉള്ളിലല്ലാണ്ട് ഷെയർസ് അലോട്ട് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ അത് പാഴായി പോവും. കമ്മ്യൂണിക്കേഷൻ. ഫോർ എ ലീഗൽ ഓഫർ ആൻഡ് ആക്സെപ്റ്റൻസ് കമ്മ്യൂണിക്കേഷൻ ഈസ് എസെൻഷ്യൽ. അലോട്ട്മെൻറ്റ് ഓഫ് സെക്യൂരിറ്റീസിൽ കമ്മ്യൂണിക്കേഷൻ ഒരു ഇമ്പോർട്ടൻറ്റ് ഫാക്ടറാണ്. കാരണം അഡ്വർടൈസ്മെൻറ്റ്, നോട്ടീസ്, സർക്കുലർ ഇങ്ങനെയൊക്കെ ഏതെങ്കിലും വഴിയിലൂടെ ആയിരിക്കും കമ്മ്യൂണിക്കേറ്റ് ചെയ്യേണ്ടി വരിക. അതുകൊണ്ട് അലോട്ട്മെൻറ്റ് ഓഫ് സെക്യൂരിറ്റീസിൽ കമ്മ്യൂണിക്കേഷൻ ഒരു ഇമ്പോർട്ടൻറ്റ് ഫാക്ടറാണ്. Absolute and unconditional. The allotment must be absolute and unconditional. That means it must be made on the same terms as is stated in the application. ഇതൊന്നില്ലെങ്കിൽ അബ്സല്യൂട്ട് ആവണം, അല്ലെങ്കിൽ അൺകണ്ടീഷണൽ ആവണം. ഓഫറിലും ആക്സെപ്റ്റൻസിലും ഉള്ള റൂൾസ് എല്ലാതും അലോട്ട്മെൻറ്റിലും ആപ്ലിക്കബിൾ ആണ്. അടുത്തത് സ്റ്റാറ്റ്യൂട്ടറി റെസ്ട്രിക്ഷൻസ് ഓൺ അലോട്ട്മെൻറ്റ്. ഈ ഷെയർസ് അലോട്ട് ചെയ്ത് കൊടുക്കുന്നതിന് നിയമപരമായിട്ട് കുറച്ച് നിയന്ത്രണങ്ങളുണ്ട്. അതൊക്കെയാണ് രജിസ്ട്രേഷൻ ഓഫ് പ്രോസ്പെക്ടസ്, മിനിമം സബ്സ്ക്രിപ്ഷൻ, സെബി ഗൈഡ് ലൈൻസ്, ഡീംഡ് പ്രോസ്പെക്ടസ്, റിട്ടേൺ ഓഫ് അലോട്ട്മെൻറ്റ്, ഓപ്പണിംഗ് ആൻഡ് ക്ലോസിംഗ് ഓഫ് ഇഷ്യൂസ്. ആദ്യത്തെ രജിസ്ട്രേഷൻ ഓഫ് പ്രോസ്പെക്ടസ്, സെക്ഷൻ 26(4). A copy of the prospectus signed by every person who is named therein, such as a director or proposed director of the company, or by his duly authorized attorney in writing, shall be duly filed with the registrar for registration before the date of its publication. കമ്പനി ഷെയർസ് ഇഷ്യൂ ആയിട്ട് ബന്ധപ്പെട്ട പ്രോസ്പെക്ടസ് രജിസ്റ്റർ ചെയ്തിരിക്കണം. പബ്ലിക്കേഷന് മുമ്പ് ഈ അലോട്ട്മെൻ്റ് ഒക്കെ പബ്ലിഷ് ചെയ്യണതിന് മുമ്പ് കമ്പനി രജിസ്ട്രാറിൻ്റെ മുന്നിൽ ഫയൽ ചെയ്തിരിക്കണം. ഈ പ്രോസ്പെക്ടസ് വാലിഡ് ആയിരിക്കണം. ഇൻവാലിഡ് ആയിട്ടുള്ള പ്രോസ്പെക്ടസ് പാടില്ല. അടുത്തതാണ് മിനിമം സബ്സ്ക്രിപ്ഷൻ. The Companies Act empowers the directors to fix minimum subscription. എത്രയാണ് മിനിമം സബ്സ്ക്രിപ്ഷൻ, എത്ര ഷെയർസ് ആവുമ്പോൾ ആണ് മിനിമം സബ്സ്ക്രിപ്ഷൻ ആവുക എന്നുള്ളതൊക്കെ മെൻഷൻ ചെയ്തിരിക്കണം പ്രോസ്പെക്ടസിൽ. അടുത്തത് സെബി ഗൈഡ് ലൈൻസ്.
As per SEBI guidelines, the minimum subscription to be received in an issue shall not be less than 90% of the issue amount. SEBI ഗൈഡ്ലൈൻസ് പ്രകാരം മിനിമം സബ്സ്ക്രിപ്ഷൻ എന്ന് പറയുന്നത് 90% താഴെ ആവരുത്. 90% മുകളിലാവണം എന്തായാലും മിനിമം സബ്സ്ക്രിപ്ഷൻ. If the amount is not received within 60 days from the date of closure of the issue, the company shall refund forth with the subscription in full without the interest and with the interest at 15%. If it is not paid within 10 days after the expiry of the said 16 days. എമൗണ്ട് ഡേറ്റ് ക്ലോസ് ചെയ്യുന്ന ഡേറ്റിന് 60 ദിവസം കഴിഞ്ഞിട്ടും കിട്ടിയിട്ടില്ലെങ്കിൽ കമ്പനി അത് റീഫണ്ട് ചെയ്യേണ്ടി വരും. 15% ഇൻട്രസ്റ്റോട് കൂടിയിട്ടാവണം കമ്പനി അത് റീഫണ്ട് ചെയ്യേണ്ടത്. അടുത്തത് ഡീംഡ് പ്രോസ്പെക്ടസ്. Where a company allots or agrees to allot any securities of the company with a view to all or any those securities being offered for the sale to the public, any document by which the offer for sale to the public is made shall, for the purpose to be deemed to be prospectus issued by the company. ഒരു കമ്പനീസ് ഷെയർസ് ഇഷ്യൂ ചെയ്യുന്നുണ്ടെങ്കിൽ എല്ലാ ഡോക്യുമെൻറ്റ്സും പ്രോസ്പെക്ടസ് ആയി കണക്കാക്കുന്നതാണ്. അടുത്തത് റിട്ടേൺ ഓഫ് അലോട്ട്മെൻറ്റ്. As and when the allotment of securities are made, a return of the allotment should be filed with the registrar in the 30 days with the prescribed fees. ഒരു കമ്പനി ഷെയർസ് ഇഷ്യൂ ചെയ്യുന്നുണ്ടെങ്കിൽ എല്ലാ സെക്യൂരിറ്റീസ് അലോട്ട്മെൻറ്റ് നടത്തുമ്പോൾ ഫീസുമായി 30 ദിവസത്തിനകം അലോട്ട്മെൻറ്റ് റിട്ടേൺ ചെയ്തിരിക്കണം. അത് രജിസ്ട്രാർ ഫയൽ ചെയ്തിരിക്കണം. അതിനാണ് റിട്ടേൺ ഓഫ് അലോട്ട്മെൻറ്റ് എന്ന് പറയുന്നത്. അതായത് ഷെയർസ് അലോട്ട്മെൻറ്റ് നടത്തുമ്പോൾ ഫീസുമായി 30 ദിവസത്തിനകം അലോട്ട്മെൻറ്റ് റിട്ടേൺ രജിസ്ട്രാർക്ക് ചെയ്തിരിക്കണം. അടുത്തത് ഓപ്പണിംഗ് ആൻഡ് ക്ലോസിംഗ് ഓഫ് ദി ഇഷ്യൂ. The dates opening and closing of the issues are stated in the prospectus of the company. ഓപ്പണിംഗ് ഡേറ്റും ക്ലോസിംഗ് ഡേറ്റും എല്ലാതും പ്രോപ്പറായിട്ട് പ്രോസ്പെക്ടസിൽ ഇൻക്ലൂഡ് ആവണം. അടുത്തത് ഇറഗുലർ അലോട്ട്മെൻറ്റ്. ചില സാഹചര്യങ്ങളിൽ അലോട്ട്മെൻറ്റ് ഇറഗുലർ ആയിരിക്കും. അങ്ങനെ കുറച്ച് കേസസ് ആണ് താഴെ കൊടുത്തിരിക്കുന്നത്. Where a company does not issue a prospectus in a public issue as required by the Companies Act. ഏതെങ്കിലും സാഹചര്യങ്ങളിൽ കമ്പനി പ്രോസ്പെക്ടസ് ഇഷ്യൂ ചെയ്തിട്ടില്ലെങ്കിൽ അത് ഇറഗുലർ അലോട്ട്മെൻറ്റ് ആയിരിക്കും. Where minimum subscription has not been received, minimum subscription കിട്ടിയില്ലെങ്കിൽ. When a copy of the prospectus has not been filed with the രജിസ്ട്രാറിൻ്റെ മുന്നിൽ പ്രോസ്പെക്ടസിൻ്റെ കോപ്പി ഫയൽ ചെയ്തിട്ടില്ലെങ്കിൽ ഇറഗുലർ അലോട്ട്മെൻറ്റ് ആയിരിക്കും. Where the prospectus are issued in the contravention of the prospectus of Section 26. Section 26 പ്രകാരം ഏതെങ്കിലും കോൺട്രറി ആയിട്ടുള്ള കാര്യങ്ങൾ ഇഷ്യൂ ചെയ്യുന്നത് ആയിട്ട് ബന്ധപ്പെട്ട് ഉണ്ടെങ്കിൽ അത് ഇറഗുലർ അലോട്ട്മെൻറ്റ് ആയിരിക്കും. The minimum subscription amount is mentioned in the prospectus has not been received as specified in Section 39. Section 39 പ്രകാരം മിനിമം സബ്സ്ക്രിപ്ഷൻ എമൗണ്ട് പ്രോസ്പെക്ടസ് പ്രകാരം ലഭിച്ചില്ലെങ്കിൽ അത് ഇറഗുലർ അലോട്ട്മെൻറ്റ് ആയിരിക്കും. Where a minimum of 5% of the nominal value of shares has not been received by the way of application money. ഷെയറിൻ്റെ നോമിനൽ വാല്യൂ 5% ആണെങ്കിൽ ആപ്ലിക്കേഷൻ മണി ആയിട്ട് കിട്ടണം, അല്ലെങ്കിൽ അത് റെഗുലർ അലോട്ട്മെൻറ്റ് ആയിരിക്കും. Where the application money has not been kept in the scheduled bank. ആപ്ലിക്കേഷൻ മണി ഷെഡ്യൂൾഡ് ബാങ്കിൽ സെപ്പറേറ്റ് അക്കൗണ്ടിൽ കീപ്പ് ചെയ്യണം, അല്ലെങ്കിൽ അത് ഇറഗുലർ അലോട്ട്മെൻറ്റ് ആയിരിക്കും. Condition as to the listing of shares on a recognized stock exchange is not observed. ഷെയർസ് ലിസ്റ്റ്
ചെയ്യേണ്ട നിബന്ധനകൾ പാലിക്കപ്പെട്ടില്ലെങ്കിൽ അതൊക്കെ ഇറഗുലർ അലോട്ട്മെൻ്റ് ആയിരിക്കും. ഇതൊക്കെയാണ് ഇറഗുലർ അലോട്ട്മെൻ്റ് ആവുന്ന കുറച്ച് കേസുകൾ. അടുത്തതാണ് അലോട്ട്മെൻറ്റ് പ്രൊസീജിയർ. അലോട്ട്മെൻറ്റ് പ്രൊസീജിയറിൽ 3 എണ്ണമാണ് വരുന്നത്. ലെറ്റർ ഓഫ് റിഗ്രറ്റ്, സ്പ്ലിറ്റിംഗ് ഓഫ് അലോട്ട്മെൻറ്റ്. These letters are sent to those applicants to whom shares has not been allotted. Such a letter will contain the regret of the directors for their inability to allot shares. A check also will be enclosed with the letter for the refund of application money. ലെറ്റർ ഓഫ് റിഗ്രറ്റ് എന്ന് പറയണത് ഡയറക്ടേഴ്സ് ഈ ആപ്ലിക്കേഷൻ അയച്ചിട്ട് അത് അലോട്ട് ചെയ്യാത്ത ആൾക്കാർക്ക് ഒരു ലെറ്റർ അയക്കും. അതിനാണ് ലെറ്റർ ഓഫ് റിഗ്രറ്റ് എന്ന് പറയണത്. ആ ലെറ്ററിൽ എന്തുകൊണ്ടാണ് അലോട്ട് ചെയ്യാണ്ടിരുന്നത് അതിൻ്റെ ഡീറ്റെയിൽസൊക്കെ ഉണ്ടാവും. പിന്നെ ആപ്ലിക്കേഷൻ മണിയോട് കൂടിയിട്ടുള്ള ഒരു ചെക്കും ആ ലെറ്ററിൽ ഉണ്ടാവും. അടുത്തതാണ് സ്പ്ലിറ്റിംഗ് ഓഫ് അലോട്ട്മെൻറ്റ്. When a large block of the shares has been allotted to a single person, the company, as its request, split or divided the original allotment letters into a number of letters. These facilities are usually enjoyed by speculators of shares who are interested to sell part of their holdings. When application is received for splitting the allotment, the secretary records in the split allotment sheet and necessary remarks are made in the application and allotment. Splitting of allotment എന്ന് പറയുന്നത് ലാർജ് ബ്ലോക്ക് ഓഫ് ഷെയർസ് അലോട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ ഈ ഇൻവെസ്റ്റേഴ്സിൻ്റെ റിക്വസ്റ്റ് പ്രകാരം ആ ലെറ്റേഴ്സൊക്കെ അലോട്ട്മെൻറ്റ് ലെറ്റേഴ്സൊക്കെ ചെറിയ ലെറ്റേഴ്സായിട്ട് ഡിവൈഡ് ചെയ്യും. അതിനെയാണ് സ്പ്ലിറ്റിംഗ് ഓഫ് അലോട്ട്മെൻറ്റ്സ് എന്ന് പറയുന്നത്. അടുത്തത് renunification of allotment. To renounce means to give up. An allot is permitted under the Act to give up the right over the shares allotted to him either wholly or partly, and transfer allotment made to him to some other one. This is known as renunification of allotment. renunification of allotment എന്ന് പറയുന്നത് ഒരു ഇൻവെസ്റ്റർക്ക് അത് ഗീവ് അപ്പ് ചെയ്യാൻ നിർത്താനും ഉപേക്ഷിക്കാനും അത് വേറൊരാൾക്ക് കൈമാറാനുള്ള ലീഗലി പറ്റും. അതിനാണ് renunification of allotment എന്ന് പറയുന്നത്. അടുത്തതാണ് secretary's duty in connection with the allotment shares. Before the board of directors proceeds to allot shares, the secretary should see the statutory conditions for application, issue and allotment are complied with. ഡയറക്ടർ ബോർഡ് ഷെയർസ് അലോട്ട് ചെയ്യുന്നതിന് മുമ്പ് ആപ്ലിക്കേഷൻസ്, ഇഷ്യൂസ്, അലോട്ട്മെൻറ്റ് എന്നിവയ്ക്കുള്ള സ്റ്റാറ്റ്യൂട്ടറി വ്യവസ്ഥകൾ പാലിക്കുന്നുണ്ടെന്ന് സെക്രട്ടറി നോക്കണം. അടുത്തത് ആസ് ആൻഡ് വെൻ ദ ആപ്ലിക്കേഷൻ ഫോർ ഷെയർസ് ആൻഡ് ദ ബാങ്കേഴ്സ് ലിസ്റ്റ് ആർ റിസീവ്ഡ് ഫ്രം ദ ബാങ്കേഴ്സ്, ദ സെക്രട്ടറി ഷുഡ് സീ ദാറ്റ് ദ ആപ്ലിക്കൻസ് ആർ സ്ക്രൂട്ടിനൈസ്ഡ് ആൻഡ് സോർട്ടഡ് ഔട്ട് കെയർഫുള്ളി. ബാങ്കർമാരിൽ നിന്ന് ആപ്ലിക്കേഷനും ലിസ്റ്റുകളും കിട്ടുമ്പോൾ ആപ്ലിക്കേഷൻ പരിശോധിച്ച് അടക്കി വെക്കുന്നത് സെക്രട്ടറി കാണേണ്ടതാണ്. അടുത്തത് ഹി ഷുഡ് number the application serially and enter the details of application in the application and allotment sheet. ആപ്ലിക്കേഷനും അലോട്ട്മെൻറ്റ് ഷീറ്റ് അതിലത്തെ കണക്കുകളും ഡീറ്റെയിൽസ് എല്ലാം കറക്റ്റായിട്ട് എൻ്റർ ചെയ്ത് കൊടുക്കേണ്ടത് സെക്രട്ടറിയുടെ ഡ്യൂട്ടിയാണ്. അടുത്തത് ഹി ഷുഡ് കൺസൾട്ട് ദ സ്റ്റോക്ക് എക്സ്ചേഞ്ച് ആൻഡ് ഒബ്റ്റെയിൻ ദ ഇൻസ്ട്രക്ഷൻ ഇഫ് ദ ഷെയർസ് ആർ ലിസ്റ്റഡ് ഇൻ ദ സ്റ്റോക്ക് എക്സ്ചേഞ്ച്. ഇഷ്യൂസ് ലിസ്റ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ സ്റ്റോക്ക് എക്സ്ചേഞ്ചായിട്ട് ആലോചിച്ച് നിർദ്ദേശം നേടേണ്ടതാണ്. അടുത്തത് ഇഫ് ദ ഇഷ്യൂ ഈസ് ഓവർ സബ്സ്ക്രൈബ്ഡ്, ദ സെക്രട്ടറി ഷുഡ് see that a subcommittee of the director is appointed to consider and report on the method or the basis to be adopted for the allotment of shares.
ഇഷ്യൂ സബ്സ്ക്രൈബ് ചെയ്ത് കഴിഞ്ഞാൽ ഷെയറുകളുടെ റിപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് സെക്രട്ടറി ഒരു സബ് കമ്മിറ്റി ഉണ്ടാക്കണം. അടുത്തത് he should arrange for the dispatch of allotment letters and letters for regret to the parties concerned as per the instruction of the board. ബോർഡിൻ്റെ ഇൻസ്ട്രക്ഷൻ അനുസരിച്ച് അലോട്ട്മെൻറ്റ് ലെറ്റേഴ്സും ബാക്കിയുള്ള ലെറ്റേഴ്സൊക്കെ അറേഞ്ച് ചെയ്യണം. He should make arrangement with the company's bank and renouncing the allotment money. അലോട്ട്മെൻറ്റ് ഉപേക്ഷിക്കുന്നതിന് കമ്പനീസായിട്ട് കമ്പനി ബാങ്കായിട്ട് അദ്ദേഹം കോണ്ടാക്ട് ചെയ്യണം. അതായത് അലോട്ട്മെൻറ്റ് ഉപേക്ഷിക്കുന്നതായിട്ട് ബന്ധപ്പെട്ട് എമൗണ്ടിൻ്റെ കാര്യങ്ങളൊക്കെ അദ്ദേഹം കോണ്ടാക്ട് ചെയ്യണം. He should make necessary arrangement in splitting the allotment and renouncing the allotment. ഇഷ്യൂസ് ഉപേക്ഷിക്കുന്നതിനും ഡിവൈഡ് ചെയ്യുന്നതിനും ആവശ്യമായിട്ടുള്ള കാര്യങ്ങൾ സെക്രട്ടറി ചെയ്തു കൊടുക്കണം. ഹീ ഷുഡ് മേക്ക് ദ നെസസറി എൻട്രീസ് ഇൻ ദ രജിസ്റ്റർ ഓഫ് മെമ്പേഴ്സ് ആൻഡ് ടേക്ക് സ്റ്റെപ്സ് ടു ഇഷ്യൂ സർട്ടിഫിക്കറ്റ്. ഇൻവെസ്റ്റേഴ്സിൻ്റെ രജിസ്റ്ററിൽ ആവശ്യമായിട്ടുള്ള എൻട്രീസ് അദ്ദേഹം എൻട്രി ചെയ്ത് കൊടുക്കണം. സർട്ടിഫിക്കറ്റ് കൊടുക്കുന്നതിനൊക്കെയുള്ള നടപടികളൊക്കെ സെക്രട്ടറി കറക്റ്റായിട്ട് ചെയ്യണം. അടുത്തത് ഹീ ഷുഡ് ഓൾസോ ഫയൽ ദ റിട്ടേൺ ഓഫ് അലോട്ട്മെൻറ്റ് വിത്ത് ദി രജിസ്ട്രാർ ഓഫ് ദി കമ്പനീസ് വിത്തിൻ 30 days ഓഫ് ദി അലോട്ട്മെൻറ്റ് ഓഫ് ഷെയർസ് അലോങ് വിത്ത് ദ പ്രിസ്ക്രൈബ്ഡ് ഫീസ്. ഷെയറുകൾ അലോട്ട് ചെയ്തിട്ട് 30 ദിവസത്തിനകം ഫീസ് അടയ്ക്കണം. ഫീസ് അടക്കം കമ്പനി രജിസ്ട്രാർക്ക് റിട്ടേൺ ചെയ്തിട്ട് റിട്ടേൺ ഫയൽ ചെയ്യണം. ഇതൊക്കെയാണ് സെക്രട്ടറി അലോട്ട്മെൻറ്റ് ഓഫ് ഷെയർസിൽ സെക്രട്ടറിയുടെ ഡ്യൂട്ടീസ്. ഇതൊക്കെയാണ് എൻ്റെ ടോപ്പിക്ക്. താങ്ക് യു.